നമസ്കാരം. തന്റെ ജീവിതം കേവലം ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്കുള്ള മാറ്റമല്ല എന്നും മറിച്ച് സ്വന്തം സ്വത്വത്തിലേക്കുള്ള മടക്കമാണെന്നും തുറന്നു പറയുകയാണ് നടി ലക്ഷ്മി പ്രിയ. നടി ലക്ഷ്മി പ്രിയ മുൻപ് ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. പിന്നീടാണ് ഹിന്ദു മതത്തിലേക്ക് ചേർന്നത്. സബീന എന്നായിരുന്നു ലക്ഷ്മി പ്രിയയുടെ പേര്. സബീനയായി ജനിച്ചു വളർന്നിട്ടും തന്റെ ഉള്ളിലെ വിശ്വാസം എപ്പോഴും സനാതന ധർമ്മത്തോടൊപ്പമായിരുന്നുവെന്ന് താരം വെളിപ്പെടുത്തി. അബാക് മീഡിയ എന്ന് പറയുന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മി പ്രിയ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത്. സനാതന ധർമ്മത്തിലേക്കുള്ള തന്റെ മാറ്റം കേവലം ഒരു മതപരിവർത്തനമല്ല, മറിച്ച് ജന്മാന്തരങ്ങളായുള്ള നിയോഗമാണെന്നാണ് ലക്ഷ്മി പ്രിയ വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ സബീനയായി ജനിച്ചു വളർന്നെങ്കിലും തന്റെ ഉള്ളിലെ ആത്മീയ ബോധം എപ്പോഴും ഹൈന്ദവ സംസ്കാരത്തോടൊപ്പമായിരുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ലളിത സഹസ്രനാമം പോലുള്ള കഠിനമായ സ്തോത്രങ്ങൾ പോലും തനിക്ക് വളരെ പെട്ടെന്ന് ഹൃദ്യസ്ഥമാകുന്നത് ഈ മുൻജന്മ ബന്ധം കൊണ്ടാകാമെന്നും ഈ ജന്മത്തിൽ തന്റെ ഉള്ളിലെ സനാതന ബോധം പുറത്തേക്ക് വരികയായിരുന്നെന്നുമാണ് താരം വ്യക്തമാക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പേരുകേട്ട ഓണാട്ടുകരയിലെ ബാല്യകാല സ്മരണകൾ ലക്ഷ്മിപ്രിയയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ടെന്നും അവർ ഓർത്തെടുക്കുന്നുണ്ട്. കർക്കശമായ മതവിശ്വാസമുള്ളവരായിരുന്നു ഉമ്മയുടെ വീട്ടുകാരെങ്കിലും ചെട്ടിക്കുളങ്ങര ഭഗവതിയെ അവർ ആദരവോടെയാണ് കണ്ടിരുന്നത്. അച്ഛന്റെ കുടുംബമാകട്ടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രവുമായും മണ്ണാറശാല നാഗരാജ ക്ഷേത്രവുമായും ആഴത്തിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ആചാരങ്ങൾക്കിടയിൽ വളർന്നതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണാനും സ്വന്തം വഴി കണ്ടെത്താനും അവർക്ക് സാധിച്ചു. മതം എന്നത് ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നും ശക്തമായ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മി പ്രിയ. 10 കിതാബ് ഓതി തീർത്ത വലിയ പണ്ഡിതയായ തന്റെ അച്ചമ്മ പോലും തന്നെ ഒരിക്കലും മതപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ചിട്ടില്ലെന്നും ലക്ഷ്മി പ്രിയ പറഞ്ഞു. അറബി ഭാഷയോടോ ഇസ്ലാം മതത്തിലെ ആചാരങ്ങളോടോ തനിക്ക് ഒരിക്കലും മാനസികമായ അടുപ്പം തോന്നിയിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നോമ്പെടുത്തിട്ടില്ലാത്ത തനിക്ക് ഹൈന്ദവ ആചാരങ്ങളും കലകളുമാണ് കൂടുതൽ വഴങ്ങിയിട്ടുള്ളതെന്നും അവർ അഭിമുഖത്തിൽ പറയുന്നു. ഭർത്താവായ ജയേഷിന്റെ രാഷ്ട്രീയ നിലപാടുകളോ നിർബന്ധമോ മൂലമാണ് മതം മാറിയെന്ന വിമർശനങ്ങൾ ലക്ഷ്മി പ്രിയ പൂർണ്ണമായും തള്ളിക്കളയുന്നുമുണ്ട്. സബീന എന്ന പേരിൽ തന്നെ തുടരാനാണ് ജയേഷ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും തന്റെ സ്വത്വത്തെ തിരിച്ചറിയാനും പേരും മതവും ഔദ്യോഗികമായി മാറ്റാനും താരം തന്നെയായിരുന്നു മുൻകൈയെടുത്തത്. തന്റെ മകൾ അച്ഛന്റെയും ആ കുടുംബത്തിന്റെയും സംസ്കാരത്തിൽ വളരണമെന്ന ആഗ്രഹവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇത് കേവലം ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള മാറ്റമല്ല, മറിച്ച് തന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്കുള്ള മടക്കമാണെന്നും ലക്ഷ്മി പ്രിയ ഉറപ്പിച്ചു പറയുന്നു. ചുരുക്കത്തിൽ ലക്ഷ്മി പ്രിയയുടെ സനാതന ധർമ്മത്തിലേക്കുള്ള മാറ്റം കേവലം മതപരിവർത്തനമല്ല എന്നും മറിച്ച് തന്റെ ഉള്ളിലെ യഥാർത്ഥ സ്വത്വത്തെ തിരിച്ചറിഞ്ഞുള്ള യാത്രയാണെന്നുമാണ് അവർ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. ആചാരങ്ങൾ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല എന്നും ഓരോ വ്യക്തിക്കും അവരവർക്ക് ഇണങ്ങുന്ന വിശ്വാസം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും താരം അടിവരയിട്ടു പറയുന്നു. വിവാഹത്തിനോ മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിനോ വഴങ്ങിയല്ല, മറിച്ച് തന്റെ വേരുകൾ തേടിയുള്ള യാത്ര തനിക്ക് വലിയ ആത്മസംതൃപ്തി നൽകുന്നതാണെന്നും ലക്ഷ്മി പ്രിയ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താരം ആഗ്രഹിക്കുന്നത്.